ഹരി ഓം. ഭഗവത്ഗീതാ ശ്ലോകം. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു ശ്ലോകമാണ്. ഇവിടെ അർജുനന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ അർജുനൻ പറയുന്നുണ്ട്, കൃഷ്ണ, മനസ്സിനെ അകറ്റി നിർത്തുക എന്നത് കാറ്റിൻ്റെ ഗതിയെ തടഞ്ഞു നിർത്തുന്നത് പോലെയാണ്. കാറ്റിൻ്റെ ഗതി അത്ര എളുപ്പം തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ ദുഷ്കരമാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാനുവാച, ഹേ മഹാബാഹുവായിരിക്കുന്ന അർജുന, സംശയമില്ല, ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ കീഴടക്കൽ, അത് സമ്മതിക്കാത്തതായ ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് പ്രയാസം തന്നെയാണ്. എന്നാൽ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് സാധിക്കും. കലുഷിതമായ ഒരു മനസ്സിനെ ശരിയായ ചിന്തയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ അഭ്യാസം, അതായത് ധ്യാനം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. ഇന്ന് നമ്മൾക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. നിരവധി പ്രശ്നങ്ങളിലാൽ നമ്മുടെയൊക്കെ മനസ്സുകളൊക്കെ എങ്ങനെ കലുഷിതമാണ്, ദുഃഖങ്ങൾ കൊണ്ട്. ആ ദുഃഖത്തിൻ്റെ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ ശരിയായിട്ടൊരു ധ്യാനത്തിലേക്ക് പോകണം, ഈശ്വര ധ്യാനത്തിലേക്ക് പോകണം. അത് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. ശരിക്കും ഒരു അഭ്യാസം എന്നാണ് പറയുന്നത്. ആ അഭ്യാസം കൊണ്ട് നമുക്കത് സാധിക്കും, ശ്രേഷ്ഠമായ ചിന്തകളിൽ കൂടെ. അതേപോലെ ഭഗവാന്റെ ഓരോ ഉപദേശങ്ങളും അർജുനനോട് ചെയ്യുന്നത് നമ്മൾ കേട്ടാൽ മതി, നമ്മുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നുള്ളതാണ്. അതാണ് പറഞ്ഞ ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം. എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അറിവ് ശേഖരിക്കുവാൻ, അവൻ്റെ മനസ്സിനെ സന്തോഷത്തോടിരിക്കുവാൻ സാധിക്കണമെങ്കിൽ ഭഗവത്ഗീത, ഭഗവാൻ നമുക്ക് ഉപദേശിച്ചതായ ഈ ഗ്രന്ഥമാണ്, ഈ ഭഗവത്ഗീതയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹരിയും.